ഇപ്പോൾ ഗലാത്യ ലേഖനത്തിനകത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പഠിച്ചത് പൗലോസ് ഗലേഷ്യൻസിന് കത്തെഴുതുമ്പോൾ സാധാരണ മറ്റുള്ള സഭകൾക്ക് എഴുതിയതുപോലെയുള്ളൊരു കത്തായിരുന്നില്ല. താൻ വളരെ സീരിയസ് ആയിട്ട് അവരെ അത് അഭിസംബോധന ചെയ്ത് എഴുതുന്നൊരു കത്തായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച് നിർത്തിയത് 10-ാമത്തെ വാക്യമാണ്. 1-ാം അധ്യായം, ഗലാത്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. ഒന്ന് ശബ്ദമുയർത്തി വായിക്കാമോ? പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ഈ പ്രതിസന്ധിയുടെ നടുവിൽ പൗലോസ് പറയുക, ഞാൻ മനുഷ്യനെ അല്ല പ്രസാദിപ്പിക്കുന്നത്. ആരെയാ പ്രസാദിപ്പിക്കുന്നത്? അപ്പോൾ ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിച്ചാൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ സ്ലേവ് അല്ലേ? ഒരു സ്ലേവ് എന്തുവാ ചെയ്യുന്നത്? തൻ്റെ യജമാനനെ പ്രീതിപ്പെടുത്തുന്ന കാര്യമാണ് ചെയ്യുന്നത്. എന്നാൽ പൗലോസിവിടെ പറയാം, ഞാൻ മനുഷ്യനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയല്ല, പിന്നെന്തിനു വേണ്ടിയാ? എന്നെ വിളിച്ചവനുണ്ട്, എൻ്റെ യജമാനനുണ്ട്, എന്നെ നടത്തുന്നവനുണ്ട്, അവനെ ഞാൻ പ്രീതിപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. നമ്മളിനി 11-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു പോവുകയാണ്. ആ വാക്യം ഒന്ന് വായിക്കാം. നോക്ക്, വീണ്ടും പൗലോസ് പറയുക, ഞാൻ നിങ്ങളെ അറിയിച്ച സുവിശേഷം മാനുഷികമല്ല അല്ലേ? അപ്പോൾ മനുഷ്യരിൽ നിന്ന് ലഭിച്ച ഒരു ദൂതല്ല പൗലോസ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ സ്ലൈഡിൽ എഴുതിയിരിക്കുന്നത്, സുവിശേഷം മനുഷ്യൻ്റെ കണ്ടുപിടുത്തമോ സഭയുടെ പാരമ്പര്യമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ദൈവം സുവിശേഷത്തെ വെളിപ്പെടുത്താഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് അത് വെളിപ്പെട്ട് കിട്ടത്തില്ല. ഈ ലോകത്ത് എത്രയോ പേരുണ്ടല്ലേ, എത്രയോ പേര് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. പല ഡിനോമിനേഷനുകളിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഇവർക്കെല്ലാം കിട്ടിയിരിക്കുന്ന വചനം ഒന്നാണെങ്കിലും അവർ ക്രിസ്തുവിനെ പൊരുൾ തിരിച്ചു വരുമ്പോൾ പലർക്കും ആത്മീക മർമ്മങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നില്ല. പലർക്കും ക്രിസ്തു ഇന്നും മറയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ വെളിപ്പാടെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഒരു തിരശ്ശീലയ്ക്ക് പിറകിലിരിക്കുന്ന ഒരു കാര്യത്തെ മറ നീക്കി പുറത്തു കൊണ്ടുവരുന്നത് പോലെയുള്ളൊരു കാര്യമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ സുവിശേഷം മനുഷ്യൻ്റെ കണ്ടുപിടുത്തമല്ലാണോ? നമുക്കറിയാം, അന്നത്തെ കാലത്തെ എംപയർമാർ അല്ലെങ്കിൽ ചക്രവർത്തിമാർ ഒരു പുതിയ ചക്രവർത്തി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ രാജാവിനെ വാഴിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ് ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ ഇവാൻഗേലിയോ എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ പഠിച്ചല്ലേ. എന്നാൽ പൗലോസ് പറയുക, ഇവാൻഗേലിയോ എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ഒരു ചക്രവർത്തിയെ വാഴിക്കുന്നതിനപ്പുറത്ത് ഒരു പുതിയ സൃഷ്ടി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായി നാം ഓരോരുത്തരും രംഗപ്രവേശനം ചെയ്യുമ്പോൾ അതാണ് ഗുഡ് ന്യൂസായിട്ട് വരുന്നത്. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളെല്ലാം ഇവാൻഗേലിയനെ കുറിച്ച് പഠിച്ചത്, ആ 2 വാക്കുകളുടെ അർത്ഥത്തെക്കുറിച്ച് പഠിച്ചത്. ഇനി വളരെ വേഗം നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ പൗലോസിലൂടെ പറയുക, സുവിശേഷം മനുഷ്യൻ്റെ കണ്ടുപിടുത്തമോ സഭയുടെ പാരമ്പര്യമോ അല്ല. പലരും പാരമ്പര്യം പറഞ്ഞുകൊണ്ടാണ് സഭയിലായിരിക്കുന്നത് അല്ലേ. ഞാൻ ഇന്ന കുടുംബത്തിൽപ്പെട്ടതാ, ഞാൻ ഇന്ന സമുദായത്തിൽപ്പെട്ടതാ, ഞാൻ തോമാസ് ലീഹയുടെ പാരമ്പര്യത്തിൽ വന്ന് സ്നാനപ്പെട്ടവരാ, ഞാൻ കള്ളി കാളിയാങ്കൽ കുടുംബത്തിലുള്ളതാ, അല്ലെങ്കിൽ ഞാൻ പകലോമറ്റം കുടുംബത്തിലുള്ളതാ. അങ്ങനെ പലവിധമായിട്ടുള്ള കുടുംബത്തിൻ്റെ മഹിമകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊന്നുമല്ല നമ്മളെ ക്രിസ്തുവിൽ വേർതിരിച്ചത്. ആമേൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വീണ്ടും ഒന്നുകൂടെ നമുക്ക് ആഴത്തിലോട്ടിറങ്ങാം. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. 11-ാമത്തെ വാക്യത്തിൽ നമ്മളിപ്പോൾ വായിച്ചതാ. അവിടെ പൗലോസ് എടുത്തു പറയുന്ന 2 കാര്യങ്ങൾ, ഒന്ന് സുവിശേഷത്തെക്കുറിച്ച് പറയുന്നു, 2 മാനുഷ്യമല്ല എന്നും പറയുന്നു. ഗോസ്പൽ നോട്ട് ഫോർ ഹ്യൂമൻ ഒറിജിൻ, ഒരു മനുഷ്യനിൽ നിന്നും ഉരുവായി വന്നൊരു കാര്യമല്ല ഗോസ്പൽ, ആണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചക്രവർത്തിമാരുണ്ടായിരുന്ന സാഹചര്യങ്ങളിലും അവർ ഒരു ചക്രവർത്തിയുടെ ഗുഡ് ന്യൂസ് പറയുമ്പോൾ പൗലോസ് പറയുക അതെല്ലാം ഫേക്കാണ്. ഇതിനപ്പുറത്ത് ദൈവം നമുക്ക് വേണ്ടി നൽകി തന്ന സ്വന്തം പുത്രനുണ്ട്, അവൻ ആ സകലത്തിൻ്റെയും അധികാരി. അതാണ് ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ അത് പ്രാപിച്ചത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിനകത്ത്. എന്താ? റെവലേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം, യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. കാരണം പൗലോസ് അന്നായിരിക്കുന്ന സാഹചര്യങ്ങളിൽ അപ്പോസ്തലന്മാരായിട്ടുള്ള കർത്താവിൻ്റെ ശിഷ്യന്മാരുണ്ടായിരുന്നല്ലേ. 12 പേര് യൂദയുടെ സ്ഥാനത്ത് വേറൊരാളെയും കൂടെ ആക്കി 12 പേര് വീണ്ടും ആ കോറം തികഞ്ഞ് കർത്താവിൻ്റെ വേലയിലായിരിക്കുമ്പോൾ പൗലോസിനെ ഇവർ ഒരു അപ്പോസ്തലനായിട്ട് അംഗീകരിച്ചിട്ടില്ല.
കാരണം ഇവർ പറയുന്നത് പൗലോസ് യഹൂദ മതത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റിക്കളയുകയും അവൻ വചനത്തെ കോട്ടിക്കളയുകയും അവനൊരു സെക്കൻഡ് ഹാൻഡ് അപ്പോസ്തലനല്ല. കാരണം അവൻ യേശുവിൻ്റെ കൂടെ നടന്നവനല്ല. യേശുവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ വേറെ ഉണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു പക്ഷേ കേട്ട് പഠിച്ചിട്ട് ഇവൻ അതിനെയെല്ലാം ലഘൂകരിച്ച് കളഞ്ഞതായിരിക്കാമെന്ന് ഇവർ പറഞ്ഞു പരത്തുമ്പോൾ പൗലോസ് ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഞാൻ മനുഷ്യനിൽ നിന്ന് പ്രാപിച്ചിട്ടല്ല ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത്, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാലത്രേ. ഇനി ഒന്നുകൂടെ ആഴത്തിലോട്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യഹൂദൻ്റെ ജീവിതത്തിനകത്ത് അവർ മോശയിക കൽപ്പനകൾക്കകത്താ ജീവിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ മോശയ്ക്ക് ദൈവം നേരിട്ട് തൻ്റെ കൽപ്പനകൾ സീനായി മലയിൽ വെച്ച് കൊടുത്തു, അല്ലേ? എങ്ങനെയാണ് കിട്ടിയത് മോശയ്ക്ക്? ദൈവത്തിൻ്റെ കൈകൊണ്ട് എഴുതിയ തീക്കൽ പലകയിൽ എഴുതപ്പെട്ട കൽപ്പനകൾ ഡയറക്റ്റ് മോശയ്ക്ക് ലഭിക്കുകയായിരുന്നു. ആ മോശയിക പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഇത്രയും പുസ്തകങ്ങൾ വചനത്തിനകത്ത് നമ്മൾ കാണുമ്പോൾ 613 കൽപ്പനകൾ അനുസരിക്കുന്ന ഒരു കൂട്ടം യഹൂദന്മാരുടെ നടുവിലാണ് പൗലോസും അന്നത്തെ പുതിയ ക്രിസ്തീയ സഭയും നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ പൗലോസ് പറയുകയാ, മോശയ്ക്ക് എങ്ങനെ ഹല്ലേലൂയ സീനായി മലയിൽ വെച്ച് ദൈവത്തിൽ നിന്ന് കൽപ്പനകൾ അവൻ പ്രാപിച്ചെടുത്തോ, അതുപോലെ ഞാനും ഒരിക്കൽ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് യേശുവുമായിട്ടൊരു എൻകൗണ്ടറിനകത്ത് എന്നെ ഭരമേൽപ്പിച്ചിരുന്ന ദൗത്യമാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. നോക്ക്, സുവിശേഷം എന്ന് പറയുന്നത് മറ്റുള്ളൊരാൾ നമ്മളോട് പറയുന്നതിനേക്കാൾ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ നമ്മുടെ ജീവിതത്തിനകത്ത് ലഭിക്കുമ്പോഴാണ് അത് ക്രിസ്തുവിനോടുള്ള ബന്ധത്തെ ഉറപ്പിക്കുന്നത്. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി വരിക, യഹൂദ മതത്തിലെ എൻ്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും, അല്ലേ? 13-ാമത്തെ വാക്യത്തിനകത്ത് അങ്ങനെയാണ് പറയുന്നത്, ഫോർ യു ഹാവ് ഹേർഡ് ഓഫ് മൈ പ്രീവിയസ് വേ ഓഫ് ലൈഫ് ഇൻ ജുഡായിസം, ഹൗ ഇൻറ്റൻസ്ലി ഐ പെർസിക്യൂട്ടഡ് ദി ചർച്ച് ഓഫ് ഗോഡ് ആൻഡ് ട്രൈ ടു ഡിസ്ട്രോയ് ഇറ്റ്. ദൈവത്തിൻ്റെ സഭയെ നശിപ്പിച്ച് കളയുവാൻ വേണ്ടിയുള്ള എൻ്റെ എരിവ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം, മൈ പ്രീവിയസ് വേ ഓഫ് ലൈഫ് ഇൻ ജുഡായിസം. അങ്ങനെയെങ്കിൽ നമ്മൾ ജുഡായിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം ആദ്യം, അല്ലേ? കാരണം ഇതിൻ്റെ എല്ലാം കോണ്ടെക്സ്റ്റുകൾ നമുക്ക് മനസ്സിലാക്കിയെങ്കിലേ വചനം നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഈ ജുഡായിസം എന്ന് പറഞ്ഞാൽ എന്തുവാ? കാരണം നമുക്കറിയാം, നമ്മൾ മുമ്പേ പറഞ്ഞു, ഇവർ തോറയാണ് ഉപയോഗിക്കുന്നത്. തോറ എന്ന് പറഞ്ഞാൽ എന്താ തോറ? നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ മോശയുടെ പഞ്ചഗ്രന്ഥം അടങ്ങിയ, അവർക്ക് ലിഖിതമായി എഴുതപ്പെട്ട് കിട്ടിയ ആ പഞ്ചഗ്രന്ഥങ്ങൾക്കകത്തുള്ള ആ നിയമങ്ങളും അനുശാസനങ്ങളും, രാവിലെ എഴുന്നേറ്റാൽ അവരെന്തോ ചെയ്യണം, അവരെന്ത് കുടിക്കണം, എന്ത് കഴിക്കണം, എന്ത് തുടരുത്, അവരുടെ ആചാരങ്ങൾ എന്തായിരിക്കണം, രാത്രി കിടക്കുന്നതിന് മുമ്പ് നീ എന്തെല്ലാം കാര്യങ്ങൾ പാലിച്ചിരിക്കണം, ഇതെല്ലാം എന്ത് ചെയ്യണം? ഇവരെ ശോധന ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ നിയമങ്ങൾ തോറയായിട്ട് അവരുടെ മുമ്പിൽ ലഭിച്ചിരിക്കുമ്പോൾ, ഈ തോറയിൽ നിന്നും ജൂഡായിസം അല്ലെങ്കിൽ ഈ യഹൂദന്മാരുടെ ഈ നിയമസംഹിതകളെല്ലാം അവർ അനുശാസിക്കപ്പെടുമ്പോൾ ഇതിനകത്തെ ഒരു പരീശനായിരുന്നു ആര്? പൗലോസ്. ഇനി എന്താ പരീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രൈസ് ദി ലോർഡ്. നമുക്കത് വളരെ മുമ്പോട്ടൊന്ന് കടന്നു പോകാം. ഫാരിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇവർ ഈ പരീശന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർക്ക് 3 പ്രധാനപ്പെട്ട വ്യക്തികൾ, ഇസ്രായേലിൻ്റെ തീഷ്ണതയുള്ള മാതൃകയുള്ള 3 പ്രധാനപ്പെട്ട വ്യക്തികൾ അവരുടെ ഹീറോസ് ആയിരുന്നു. ഇത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്പേഴ്സിലേക്ക് നമുക്ക് പോകാം. സംഖ്യാപുസ്തകം 25-ാം അധ്യായം 6 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. ഒരു ഇസ്രായേലിയർ തൻ്റെ സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് ഒരു മിദ്യാന സ്ത്രീയെ കൊണ്ടുവന്നു. അഹറോൻ പുരോഹിതൻ്റെ മകനായ ഏലിയാസറിൻ്റെ മകൻ ഫിനെഹാസ് എന്ന് കണ്ടപ്പോൾ സഭയുടെ മധ്യേ നിന്ന് എഴുന്നേറ്റ് കയ്യിലൊരു കുന്തമെടുത്ത് ആ ഇസ്രായേലിയൻ്റെ പിന്നാലെ അന്തപുരത്തിലേക്ക് ചെന്ന് ഇരുവരെയും, ആ ഇസ്രായേലിയനെയും ആ സ്ത്രീയെയും തന്നെ, അവളുടെ ഉദരം തുളയും വണ്ണം കുത്തി. അപ്പോൾ ബാധ ഇസ്രായേൽ മക്കളെ വിട്ടുമാറി. നോക്ക്, നിങ്ങളിനി വീട്ടിൽ പോയിട്ട് ആ അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. ഒരുപക്ഷെ എല്ലാവർക്കും ആ അധ്യായം പരിചിതമായിരിക്കത്തില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, അവരുടെ ആദ്യത്തെ ഹീറോ അല്ലെങ്കിൽ ഈ പരീശന്മാരുടെ ആദ്യത്തെ ഹീറോ ആയിരുന്നു ഫിനെഹാസ്. ഇദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു.
ഈ ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ പാപത്തിൻ്റെ പ്രവർത്തികൾ വർദ്ധിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിനും ദൈവജനത്തിനും ദൈവത്തിൻ്റെ കൽപ്പനകൾക്കും വിരോധമായി പാപം അവിടെ വെളിപ്പെട്ടപ്പോൾ ഈ ഫിനെഹാസ് എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ ആ സ്ത്രീയെയും കൂടെ വന്ന ആളെയും കുത്തിക്കൊല്ലുകയാണ് ചെയ്യുന്നത്, ഉദരം തുളച്ച് കീറുന്നിടം വരെ. അത് കാരണം ദൈവത്തിന് അവനിൽ പ്രസാദമുണ്ടായി, അവൻ്റെ പൗരോഹിത്യം ഉറപ്പിക്കപ്പെട്ടു. ഒന്ന്, ദൈവത്തിൻ്റെ കൽപ്പനകളെ മാറ്റിക്കളയുന്നവൻ്റെ മേൽ ഹല്ലേലൂയ ഒരു നിയമം മുഖാന്തരമായ ഒരു ശിക്ഷ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു പരീശന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്തയാളായിരുന്നു ഏലിയാവ്. നമ്മൾ ആ വാക്യങ്ങൾ വായിക്കുന്നില്ല, നമുക്ക് വളരെ വേഗം മുമ്പോട്ട് പോകാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18ഉം 19ഉം അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഇസ്രയേലിൽ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞ് ബാലിൻ്റെ ബിംബങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന ജനത്തിൻ്റെ നടുവിലേക്ക് ഒരു മനുഷ്യൻ വന്നു. ഗിലെയാദിലെ തിശ്ബെ എന്നുള്ള തിശ്ബനായ ഏലിയാവ്, അല്ലേ? അവൻ്റെ ജീവിതത്തിനകത്ത് അവൻ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, ആഗ്രഹം, യഹോവയായ ദൈവം ജീവനുള്ള ദൈവമെന്ന് അവിടെ തെളിയിക്കുക. അപ്പോൾ ഇവിടെ ഏലിയാവ് എന്തോ ചെയ്തത്? ബാലിൻ്റെ പ്രവാചകന്മാരെ എല്ലാം കൊന്നുകളഞ്ഞു ഒറ്റയ്ക്ക് നിന്നല്ലേ. നോക്കിക്കേ, അപ്പോൾ ബാലിൻ്റെ പ്രവാചകന്മാരെ, അശേരപ്രതിഷ്ഠകൾ ഇതെല്ലാം നശിപ്പിച്ചതിന് ശേഷം ഏലിയാവ് ഒറ്റയ്ക്ക് നിന്ന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഏലിയാവിൻ്റെ തീക്ഷ്ണം നിങ്ങൾ ഓർത്ത് നോക്കിക്കേ. അപ്പോൾ ഇവരുടെ എല്ലാം ഹീറോ ആയിരുന്നു ആര്? ഈ ഏലിയാവും ഫിനെഹാസും. ഇനി നിങ്ങൾക്ക് ആർക്കും ഒരുപക്ഷെ പരിചിതമില്ലാത്ത ഒരാളുടെ കാര്യമാണ് മത്താത്യാസ് എന്ന് പറഞ്ഞൊരു വ്യക്തി. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു ജൂവിഷ് പൗരോഹിത്യത്തിൽപ്പെട്ട ഒരാളായിരുന്നു. 167 BC, ക്രിസ്തു വർഷത്തിന് മുൻപ്, ബിഫോർ ക്രൈസ്റ്റ്, 167 സെല്യൂസിഡ് സാമ്രാജ്യത്തിനെതിരെ മക്കാബിയൻ കലാപത്തിന് തുടക്കമിട്ട മോഡീനിൽ നിന്നുള്ള ഒരു ജൂത പുരോഹിതനായിരുന്നു മത്താത്യാസ്. ഈ മത്താത്യാസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം അന്നത്തെ പുരോഹിതനായിരിക്കുമ്പോൾ അന്യദേവന്മാരെ ആരാധിക്കാനും യാഗം കഴിക്കുവാനും അന്നത്തെ ചക്രവർത്തിമാർ നിർബന്ധിച്ചപ്പോൾ ഇദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് അതിനെ എതിർക്കുകയും അങ്ങനെ വന്ന ഒരു യഹൂദനെ കൊന്നുകളയുകയും ചെയ്തു. അതിനുശേഷം ഇദ്ദേഹം ഓടി തൻ്റെ 5 പുത്രന്മാരുമായിട്ട് രക്ഷപ്പെട്ട് ഒരു ഗറില്ല യുദ്ധം പോലെ ഒരു പ്രത്യേക കലാപം അവിടെ പൊട്ടിപ്പുറപ്പെട്ടു. കാരണം ദൈവവചനത്തിനോട് അവർ എരിവുള്ളവരാകയാൽ ദൈവവചനത്തിന് വിരുദ്ധമായി നിൽക്കുന്നവരെ നശിപ്പിക്കണമെന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പൗലോസ് പരീശനായിരിക്കുമ്പോൾ, അവനൊരു പരീശൻ്റെ മകനായിരിക്കുമ്പോൾ, അവനൊരു പരീശൻ്റെ കാൽക്കീഴിലിരുന്ന് പഠിച്ചവനാണ്. ഗമാലിയേൽ എന്ന് പറഞ്ഞ ആളും പരീശനാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ പരീശൻ്റെ കാൽക്കീഴിലിരുന്ന് പഠിച്ചവൻ, വേദവചനത്തെക്കുറിച്ച് ജ്ഞാനമുള്ളവൻ, യഹൂദൻ്റെ മതാനുസാരപ്രകാരം അതിൻ്റെ കൽപ്പനകളെ എല്ലാം പ്രമാണിക്കുവാൻ, മോശയിക നിയമങ്ങളെ എല്ലാം, ഉടമ്പടികളെ എല്ലാം പ്രമാണിക്കുവാൻ അഗ്രഗണ്യനായ ഒരുവൻ, അവനെക്കുറിച്ച് തന്നെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ലോർഡ്. അപ്പോൾ അവിടെ പൗലോസ് പറയുക, എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. അതിന് മുമ്പോട്ട് നമ്മൾ വീണ്ടും കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത്, യഹൂദ മതത്തിലെ എൻ്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം എന്ത് ചെയ്തു? ഉപദ്രവിച്ചു മുടിച്ചു, അല്ലേ? അപ്പോൾ ഇവിടെ പൗലോസ് വ്യക്തമായി പറയുകയാ, ഞാൻ ഒരിക്കലും ഈ യേശുവിൻ്റെ അനുയായികളെ അല്ലെങ്കിൽ ഈ സഭയെ അംഗീകരിക്കുന്നവനായിരുന്നില്ല. ഞാനൊരു ഞാനൊരു എബ്രായനായിരുന്നു, അല്ലേ? ഞാനൊരു എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായൻ, പിന്നെ വചനം സംബന്ധിച്ച് പരീശനാവന്, ഗമാലിൻ്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചവനാണ്, 8ാം നാളിൽ പരിച്ഛേദന ഏറ്റവനാണ്. ഇവനിതെല്ലാം പറയുവാനുള്ളപ്പോൾ തന്നെ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ എന്തിനാ ഇവൻ പോയത്? അല്ലെങ്കിൽ എന്തിനാ അവൻ യാത്ര ചെയ്തത്? നമുക്കറിയാം, 7ാം അധ്യായം 8ാം അധ്യായം ഒക്കെ കടന്നു വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്കറിയാം സ്തേഫാനോസിനെ അവർ എന്ത് ചെയ്തു? കല്ലെറിഞ്ഞു കൊന്നു. എന്തിനാ കൊന്നത്? അവനിൽ കൂടെ ദൈവത്തിൻ്റെ വചനം, യേശുവിൻ്റെ നാമം അവിടെ ഉറപ്പിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ യഹൂദന്മാർക്ക് ഇരിക്കാൻ പറ്റിയില്ല. യേശുവിനെ എന്തുകൊണ്ടാണ് അവർ കൊന്നത്? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, യഹൂദന്മാരുടെ മേലുള്ള അധികാരം നഷ്ടപ്പെട്ടു പോകുമെന്ന് അവർക്ക് തോന്നി. നമുക്ക് ഈ പരീശന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ സദൂക്യരെ കുറിച്ചുകൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. സദൂക്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ സമുദായത്തിൽ വളരെ അംഗീകരിക്കപ്പെട്ടവരും ഉയർന്ന തലത്തിലുള്ളവരും സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും വളരെ മേന്മയിലിരുന്നവരുമാണ്. അവരിലായിരുന്നു മഹാപുരോഹിതന്മാരുണ്ടായിരുന്നത്. ശ്രദ്ധിക്കണമേ, ഞാൻ പറഞ്ഞ മനസ്സിലായോ?
പരീശന്മാരും സദൂക്യരും അങ്ങനെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പരീശന്മാർ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആൾക്കാരാണ്. എന്നാൽ സദൂക്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒന്നും കൂടെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ. അവരിൽ മഹാപുരോഹിതന്മാരുണ്ടായിരുന്നു. ഇവരായിരുന്നു അന്നത്തെ കാലത്തെ യഹൂദ ജനത്തിൻ്റെ നടുവിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇവരുടെ അധികാരം നഷ്ടപ്പെട്ടു പോകുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സദൂക്യന്മാരിലുള്ള പുരോഹിത വർഗം ഒരുമിച്ച് യേശുവിനെ ക്രൂശിൽ തറച്ചു കൊല്ലണമെന്ന് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പരീശന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പരീശന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങിപ്പോവാം. പരീശന്മാരെന്ന് പറയുമ്പോൾ BC 100-ലും AD 100-ന്റെ ഇടയ്ക്കുമുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രശസ്തമായിട്ടുള്ളൊരു ഗ്രൂപ്പായിരുന്നു. അവരുടെ ജീവിതത്തിൽ തോറയും വാമൊഴി പാരമ്പര്യങ്ങളുമായിരുന്നു അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു, മോശയിക നിയമങ്ങൾ 613 കൽപ്പനകൾ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുന്നിടം വരെ ഓരോ കൽപ്പനകളും അവർ ചെക്ക് ചെയ്യും. ഇതെല്ലാം അവരുടെ ജീവിതത്തിനകത്ത് അവർ അനുഷ്ഠിച്ചിട്ടുണ്ടോ എന്ന്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ഗ്രൂപ്പാണ്. അവരൊരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചവരാ. ഒരു അശുദ്ധി അവരുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ അവരതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാ. അതിനുശേഷം നിയമപരമായ വ്യാഖ്യാനങ്ങൾ എല്ലാത്തിനും കൊടുക്കും. ഒരുത്തൻ ഒരു നിയമത്തിൽ തെറ്റിക്കഴിഞ്ഞാൽ അവനെ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നൊരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇവർ വിശ്വസിച്ചിരുന്നൊരു കാര്യമുണ്ട്, മരിച്ചവരുടെ പുനരുദ്ധാനം. അപ്പോൾ പരീശന്മാർ മരിച്ചവരുടെ പുനരുദ്ധാനം വിശ്വസിക്കുമ്പോൾ തന്നെ സദൂക്യർ അത് വിശ്വസിച്ചിരുന്നില്ല. അവർ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശു കർത്താവിൻ്റെ ശുശ്രൂഷകൾ പുനരുദ്ധാനത്തെക്കുറിച്ച് പറയുമ്പോൾ സദൂക്യർ എപ്പോഴും അവനെ എതിർത്തുകൊണ്ട് നിന്നു. ആമേൻ, ഹല്ലേലൂയ. വീണ്ടും നമുക്ക് മുമ്പോട്ട് പോകാം. അവരുടെ വിശ്വാസങ്ങൾ മരിച്ചവരുടെ പുനരുദ്ധാനത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. അവർ മരണാനന്തര ജീവിതത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ മാലാഖമാരുടെയും ഭൂതങ്ങളുടെയും അസ്തിത്വത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എന്നുവെച്ചാൽ ദൂതന്മാരുണ്ടെന്നും അശുദ്ധാത്മാക്കളുണ്ടെന്നും അവർ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അടുത്ത നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നിയമവും പാരമ്പര്യവും വിശുദ്ധി ആചാരങ്ങളിലും അവർ കാണിക്കാറുണ്ട്. അവർ കറക്റ്റ് ദശാംശം കൊടുക്കുന്നവരായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അവർ സകലത്തിലും, ജീരകത്തിൽ പോലും എണ്ണി ഇപ്പം നമ്മൾ സാധാരണ ജീരകം മേടിച്ച് കഴിഞ്ഞാൽ നമുക്കത് എണ്ണാൻ പറ്റുമോ? ഇവരങ്ങനല്ല. ജീരകം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുടഞ്ഞിട്ടിട്ട് ഓരോ ജീരകവും ഇങ്ങനെ എണ്ണിട്ട് ഒരു 30,000 ജീരകം ഉണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ദശാംശം എന്ത് ചെയ്യും? കാരണം അവരങ്ങനെ ആയിരുന്നു. കാരണം നിയമങ്ങളെ അവർ തെറ്റിക്കുന്നവരായിരുന്നില്ല. അവർ നിയമപ്രകാരം ദൈവത്തിന് വേണ്ടി അവർ എരിവോടെ നിന്നവരാ. അങ്ങനെയുള്ള വ്യക്തികളായിരുന്നു. പ്രഭുക്കന്മാരായ സദൂക്യരിൽ നിന്ന് ഇവർ വ്യത്യസ്തന്മാരായി കാണപ്പെട്ടു. മനസ്സിലായില്ലേ? രണ്ടു കൂട്ടം ഇവർ തമ്മിൽ എപ്പോഴും വഴക്കാണ്. അതുകൊണ്ടാണ് പൗലോസിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ പിന്നത്തെ അധ്യായങ്ങൾക്കകത്ത് നമുക്ക് കാണാം അവർ തമ്മിൽ വാദപ്രതിവാദം ഉണ്ടാകുന്നത് കാണാം. അപ്പോൾ പരീശന്മാർ സാധാരണയായി സമ്പന്നരായ പ്രഭുക്കന്മാരല്ലായിരുന്നു. ഞാൻ മുമ്പേ അത് പറഞ്ഞതാണ്. അവർ സാധാരണക്കാർക്കിടയിൽ കൂടുതൽ പ്രചാരത്തിലുള്ളവരായിരുന്നു. കാരണം നമുക്കറിയാം, ഒരു സമൂഹത്തിനകത്ത് ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരല്ലേ? സാമ്പത്തികമായിട്ട് ഉയർന്ന ആൾക്കാർ വളരെ കുറച്ചേ കാണത്തുള്ളൂ. അപ്പോൾ കൂടുതലും ആൾക്കാർ അംഗീകരിക്കപ്പെടുന്നത് എവിടെയായിരിക്കും? ഒരു സമ്പത്തുള്ളവനേക്കാളിലും സാധാരണക്കാരൻ്റെ ഇടയിൽ നിന്നും ഉയർന്നു വന്ന ഒരുവൻ്റെ അടുക്കലായിരിക്കും എപ്പോഴും എന്തുകൊണ്ടായിരിക്കുന്നത്? മറ്റുള്ളവർക്കൊരു പ്രീതി ഉണ്ടായിരിക്കുന്നത്. അടുത്തത്, അവരുടെ ജീവിതം ദേവാലയത്തെക്കാൾ സിനഗോഗിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അവർ ആരാധനാലയങ്ങൾക്കകത്ത് പോകുന്നതിനേക്കാൾ അപ്പുറത്ത് അവർ സിനഗോഗ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു ഗുരു ഏകദേശം 10-15 ആൾക്കാർ കൂടി വന്ന് ഒരു ഗുരുവിൻ്റെ കീഴിലിരുന്ന് പഠിക്കുന്ന പാഠശാലകളാണ് അല്ലേ? അപ്പോൾ സിനഗോഗുകൾ, യഹൂദൻ്റെ സിനഗോഗുകൾ നമുക്കറിയാം. കൊച്ചി മട്ടാഞ്ചേരിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സിനഗോഗൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആമേൻ. അപ്പോൾ എത്ര പേര് കണ്ടിട്ടുണ്ട് കൊച്ചിയിൽ? ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ആമേൻ. അപ്പം കൊച്ചിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണാം യഹൂദന്മാരുടെ സിനഗോഗ് ഇന്നും അവിടെയുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവർ സിനഗോഗിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നവരായിരുന്നു. അപ്പോൾ പൗലോസ് ഇവിടെ പറയുക, ഞാൻ എന്ത് ചെയ്തു? ഞാൻ തീക്ഷ്ണമായി എരിവുള്ളവനായി സഭയെ ഉപദ്രവിച്ചു പോന്നു, നശിപ്പിക്കുവാൻ പോന്നു. എന്നാൽ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് യേശു എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം, 22-ാം അധ്യായം, 26-ാം അധ്യായം, ഈ 3 അധ്യായങ്ങൾക്കകത്ത് പൗലോസിൻ്റെ ദർശനം അല്ലെങ്കിൽ യേശുവുമായിട്ടുള്ള എൻകൗണ്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്.
ഒന്ന്, ലൂക്കോസ് ആണ് അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് എഴുതിയിരിക്കുന്നത്. എന്തെഴുതിയിരിക്കുന്നത്? ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് 9-ാം അധ്യായം അല്ലേ? ലൂക്കോസ് ആരാ എഴുതിയ? അപ്പോസ്തല പ്രവൃത്തി എഴുതിയ ആരാ? ലൂക്കോസ് അല്ലേ? അപ്പോൾ ലൂക്കോസ് എഴുതി വെച്ചിരിക്കുന്നു, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് യേശുവുമായിട്ട് പൗലോസ് ഒരു എൻകൗണ്ടർ ഉണ്ടായി. അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. 3 ദിവസത്തോളം അവൻ കാണാത്തവനായിരുന്നു. അടുത്തത്, ഒരു വാദപ്രതിവാദത്തിൻ്റെ നടുവിൽ 22-ാം അധ്യായത്തിൽ വരുമ്പോൾ പൗലോസ് തന്നെ പറയുക ഈ സംഭവത്തെക്കുറിച്ച്. അവൻ്റെ ടെസ്റ്റിമണി പറയുക, അവൻ്റെ ജീവിതത്തിനകത്തെ അവൻ്റെ സാക്ഷ്യം പറയുക. എന്നാൽ 26-ാം അധ്യായത്തിനകത്തേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവനായിട്ട് അവൻ്റെ സാക്ഷ്യം യേശുവിനെ കുറിച്ച് പറയുകയാണ്. ഇത് 3ഉം വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളാണെങ്കിലും 3ഉം ഒരേ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വചനം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ പൗലോസ് ആരായിരുന്നെന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി അല്ലേ? സ്തേഫാനോസിനെ കൊന്നപ്പോൾ അവൻ്റെ വസ്ത്രം ശൗലിൻ്റെ കാൽ കീഴെ കൊണ്ടുവച്ചു. അവൻ അതിന് സമ്മതമായിരുന്നു അല്ലേ? അപ്പോൾ ആരായിരുന്നു ഈ അധികാരം കൊടുത്തത്? വീണ്ടും അവൻ ദൈവസഭയെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി പുരോഹിതന്മാരിൽ നിന്നും അധികാരപത്രം വാങ്ങിക്കൊണ്ട് കുതിരപ്പുറത്ത് തൻ്റെ കൂട്ടാളികളുമായി യാത്ര ചെയ്യുമ്പോൾ ദമസ്കോസിൻ്റെ പടിവാതിക്കലെത്തിയപ്പോൾ സൂര്യനെ വെല്ലുന്നൊരു വെളിച്ചം അവൻ്റെ മുമ്പിൽ കടന്നു വരികയും അവൻ കുതിരപ്പുറത്തുനിന്ന് താഴെ വീഴുകയും കൂടെ നിന്നവർ ശബ്ദം കേൾക്കുകയും ചെയ്തു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു, ക്രിസ്തുവാകുന്നു ഞാനെന്ന് അവിടെ നിന്നൊരു ശബ്ദമുണ്ടായി. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, അവിടെ വെച്ച് പൗലോസിൻ്റെ ജീവിതം മാറ്റപ്പെടുകയാണ്. അവിടെ വെച്ച് അവനൊരു പുതിയ വെളിപ്പാട് ലഭിക്കുകയാണ്. ഇന്നലെ വരെ പൗലോസ് ആരായിരുന്നോ അതിനപ്പുറത്ത് ഒരു പുതിയ വ്യക്തിയായിട്ട് ആ കൂട്ടിമുട്ടൽ അവനെ മാറ്റുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ സഭയോട് ചോദിക്കട്ടെ, നിങ്ങൾ ക്രിസ്തുവുമായി കൂട്ടിമുട്ടിയതിന് ശേഷം നിങ്ങളുടെ ജീവിതം എത്രമാത്രം അവൻ്റെ കൂടെ ഓടുവാൻ വേണ്ടി ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്? നാം ഓരോരുത്തരും വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവജനമായിരിക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെ കൂടെയുള്ള യാത്രയിൽ നമ്മൾ എത്ര പേർ ഇന്ന് പകൽക്കാലം പറയുന്നു, ഞാൻ എൻ്റെ പഴയതിനെയെല്ലാം വിട്ട് എന്നെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെട്ടുവെന്ന്? ഹല്ലേലൂയ. ആത്മാവിൻ്റെ ബലം നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ നമ്മുടെ ഭയം മാറും അല്ലേ? മുറി അടച്ചിട്ടിരുന്ന ശിഷ്യന്മാർ ഭയത്തോടിരുന്നു. പക്ഷേ ആത്മാവ് വന്നപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ ഭയം മാറി. അവർ ആയിരക്കണക്കിന് ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുവാൻ തുടങ്ങി. അവരെല്ലാം ദൈവവചനം കേട്ട് മാനസാന്തരപ്പെടുവാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം എത്ര പേർ ഇത് മനസ്സിലാക്കുന്നുണ്ട്? അല്ലെങ്കിൽ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഗുഡ് ന്യൂസിനകത്തേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറിയിരിക്കുകയാണ്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം മുതൽ 60-ാം അധ്യായം വരെ വായിക്കണം. അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ബാബിലോണിയ പ്രവാസത്തിലായിരുന്ന തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം ഒരുവനെ അയക്കും. അവൻ വന്ന് സകലത്തെയും നിരപ്പാക്കും. അവൻ സകല വഴികളെയും നിരപ്പാക്കി അവർക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്ത് അവരെ രക്ഷിക്കും. ഇതെല്ലാം പ്രവാചകനായ യെശയ്യാവ് വിളിച്ചു പറയുമ്പോൾ യഹൂദന്മാർ വിശ്വസിച്ചിരുന്നൊരു കാര്യം, അവർക്കൊരു രാജാവിനെ അക്ഷരികമായിട്ട് ലഭിക്കുമെന്നുള്ളതാണ്. എന്നാൽ അവർ ചിന്തിച്ചതിനപ്പുറത്ത് യുവാൻഗേലിയോ എന്ന് പറഞ്ഞ വാക്ക് മുഖാന്തരമായി നമുക്ക് ലഭിച്ച സുവിശേഷപരമായ യേശു കർത്താവെന്ന് പറഞ്ഞ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം പുത്രൻ രാജകീയ അധികാരത്തിൽ ഈ ഭൂമിയിൽ വെളിപ്പെടുവാനിടയായി തീർന്നു. ആ അധികാരം പ്രാപിച്ച പൗലോസ് പറയുകയാ, 12 ശിഷ്യന്മാരുടെ കൂടെ ഞാൻ നടന്ന് അവരിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ല. അമേൻ. നമുക്ക് ഇവർ പഠിപ്പിച്ചു എന്നാ മറ്റുള്ളവർ പറഞ്ഞ. പൗലോസ് ഇവിടെ പറയുക, ഞാൻ മനുഷ്യരിൽ നിന്നും ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചത് എൻ്റെ എരിവ് മുഖാന്തരം ജൂദായിസത്തിൽ നിന്നിരുന്ന എൻ്റെ ജീവിതത്തിൽ ദൈവജനത്തെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച്, ദൈവസഭയെക്കുറിച്ചുള്ള എരിവ് മുഖാന്തരം യാത്ര ചെയ്തപ്പോൾ എൻ്റെ യാത്രയിൽ ഇറങ്ങി വന്ന പിതാവായ ദൈവത്തിൻ്റെ സ്വന്തം പുത്രൻ എൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റിയത് കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി അല്ലെങ്കിൽ അപ്പോസ്തലനായി വാഴിക്കപ്പെട്ടിരിക്കുക. നോക്കണം, ഇന്ന് പകൽക്കാലം നിങ്ങളെ വിളിച്ച വിളി എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. പൗലോസിൻ്റെ മേലുള്ള അതേ വിളിയാ. വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, തന്നെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുക എന്നുള്ളതാ. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് പകൽക്കാലം അത് ഏറ്റെടുക്കുന്നുണ്ട്? അല്ലെങ്കിൽ ദമസ്കോസ്, ഞാനാ പറഞ്ഞത്, ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് അവന് വെളിപ്പെട്ടു വന്നതാ ക്രിസ്തു. അവൻ്റെ മുമ്പിലുള്ള തിരശീല മറ നീങ്ങിയപ്പോൾ, ഹല്ലേലൂയ,
അന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്തിരുന്ന ദൈവത്തിൻ്റെ പെട്ടകം ആ തിരശീല മുകൾ തൊട്ട് താഴെ വരെ കീറിപ്പോയി നമ്മൾ കണ്ടു അല്ലേ. അവിടെ തൻ്റെ ജീവൻ്റെ പുതുവഴി തുറന്നു തന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് വന്നപ്പോൾ നമ്മൾ ജീവനുള്ള പുതുവഴിയിലേക്ക് കടക്കുവാനും പിതാവിലേക്ക് പ്രവേശനം നേടുവാനും ഇടയായി തീർന്നു. ആണ്ടിലൊരിക്കൽ മാത്രം മഹാപുരോഹിതൻ കടന്നു പോകുന്ന അതിവിശുദ്ധ സ്ഥലത്തേക്ക് സമയഭേദമന്യേ ഏതു സമയവും നമുക്ക് കടന്നു വരുവാൻ ദൈവം അധികാരം തന്നു. പൗലോസ് പറയുക, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് എനിക്ക് വെളിപ്പെട്ടു വന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് എന്നെ അപ്പോസ്തലനാക്കിയത്. അതാ ഞാൻ പറഞ്ഞത്, മോശയ്ക്ക് സീനായി മലയിൽ വെച്ച് ദൈവം കൊടുത്ത കൽപ്പന പോലെ തന്നെ ഹല്ലേലൂയ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് പുതിയ നിയമത്തിലെ മോശയായിരിക്കുന്ന ഹല്ലേലൂയ പൗലോസിനെ വിളിച്ചിട്ട് കർത്താവ് പറയുക, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, നിന്നെ ഞാൻ എൻ്റെ വേലക്കായിട്ട് ഓടിക്കാൻ പോവുകയാണ്, നീ എനിക്ക് വേണ്ടി അനേക കഷ്ടങ്ങൾ സഹിക്കാൻ പോവുകയാണ്, നീ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. എന്തിനാണെന്നറിയാവോ? രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുന്നത് രാജാക്കന്മാരിൽ രാജാവായ നമ്മുടെ കർത്താവിനെ വിളിച്ചു പറയുവാൻ വേണ്ടി. അതുകൊണ്ടാണ് പൗലോസ് ബന്ധനത്തിൽ നിന്നപ്പോൾ വിളിച്ചു പറഞ്ഞത്, ഹല്ലേലൂയ ഫെലിസ്തോസേ, ഈ ചങ്ങല ഒഴികെ ബാക്കി എല്ലാവരും എന്നെ പോലാകണം. എൻ്റെ അകത്തുള്ള ഒരുവനുണ്ട്, അവൻ്റെ രൂപവും സാദൃശ്യവും എനിക്ക് വെളിപ്പെടുത്തണമെങ്കിൽ എൻ്റെ പ്രതികൂലങ്ങളുടെ നടുവിലേ എനിക്ക് സാധിക്കത്തുള്ളൂ. ഇന്ന് പകൽക്കാലം നാം സ്വസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ, നാം ഒരു സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ, നമ്മൾ പ്രതികൂലങ്ങൾ മാറിപ്പോകാൻ പ്രാർത്ഥിക്കുന്നവരാ. എന്നാൽ പൗലോസിനെ പോലെയുള്ളവർ കഷ്ടതകളുടെ നടുവിൽ നിന്നും കഷ്ടതകളിലേക്ക് എറിയപ്പെട്ടവരാ, പ്രതികൂലത്തിൻ്റെ നടുവിൽ നിന്നും പ്രതികൂലത്തിലേക്ക് കയറിപ്പോയവരാ. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രതികൂലങ്ങൾ നിറഞ്ഞതാ, അല്ലെങ്കിൽ വെല്ലുവിളികൾ നിറഞ്ഞതാ, പൈശാചിക ബന്ധനങ്ങളെ കൊണ്ട് നമ്മുടെ മുമ്പിൽ വഴിമുട്ടിക്കുന്ന പ്രതികൂലങ്ങളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്ന് പകൽക്കാലം അതിനെയെല്ലാം തരണം ചെയ്യണമെങ്കിൽ മുമ്പിലത്തെ എരിവ് പോലെ തന്നെ വീണ്ടും ആ അകത്ത് ക്രിസ്തുവിന് വേണ്ടി ഒന്ന് എരിയുവാൻ ചിലർ തയ്യാറാകണം. അതുകൊണ്ട് ആ പരീശനായിരുന്ന ഞാൻ അല്ല, അന്ന് എരിവുള്ളവനായിരുന്നു, അന്ന് ദൈവവചനത്തിന് വേണ്ടി നിന്നവനായിരുന്നു. ഇന്നും ഞാൻ അല്ല ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്നവനാ. നമ്മുടെ മുമ്പിൽ സമയം കഴിഞ്ഞു, നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കടന്നു പോകാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടച്ചേ, എല്ലാ ഹൃദയങ്ങളും ദൈവസനയിലേക്കൊന്ന് പകർന്നേ. നമുക്ക് കർത്താവിനോട് പറയാം, ദൈവമേ ഹല്ലേലൂയ, ഒരു പൗലോസിൻ്റെ വിളി ഞങ്ങൾ കണ്ടു കർത്താവേ. ദൈവമേ, തൻ്റെ അകത്തുള്ള ദൈവഭയം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, താൻ അനുഗമിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കർത്താവേ, വിളിച്ചവൻ്റെ ആശ തിരിച്ചറിയുവാൻ, അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളെ സഭയായിട്ട് ഏൽപ്പിക്കുന്നു. ദൈവത്തിലെ നമ്മുടെ സഭയിൽ ഈ വരുന്ന ദിവസങ്ങളിൽ വളരെ വളരെ ദൈവത്തിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. കാരണം അനേക ജനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായത്. എല്ലാവരും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും രോഗസൗഖ്യത്തിൻ്റെയും എല്ലാം പുറകിൽ പോകുമ്പോൾ അല്ലയോ ഇന്ന് പകൽക്കാലം ജീവനുള്ളൊരു കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട്. പൗലോസ് പലപ്പോഴും കഷ്ടതകൾ മാറിപ്പോകാൻ പ്രാർത്ഥിച്ചപ്പോഴും കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി. ഇന്ന് പകൽക്കാലം കൃപയെന്നുള്ളത് മാത്രമാണ് നമ്മളെ അവൻ്റെ സന്നിധിയിൽ നിർത്തുന്നത്. അല്ലയോ സൗഖ്യം വേണ്ടെന്നല്ല, വിടുതൽ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഇതെല്ലാം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് നശിച്ചു പോകുന്നൊരു ജനത്തെക്കുറിച്ചുള്ളൊരു ഹൃദയഭാരം ഇന്ന് പകൽക്കാലം സഭയ്ക്കകത്തൊന്ന് തുടങ്ങട്ടെ. ഓരോ വ്യക്തികളും മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കട്ടെ, കർത്താവേ എൻ്റെ പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് അപ്പുറത്ത് കർത്താവേ ഈ രാജ്യത്തിൻ്റെ കർത്താവെ വ്യവസ്ഥിതികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ദൈവജനത്തെ കർത്താവെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അഭിഷിക്തന്മാർ പലതും വീണു പോകുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ, പലരും ദർശനം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ഇന്ന് പകൽക്കാലം കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ അകത്ത് യഥാർത്ഥമായ ദൈവിക വെളിപ്പാടുകളെ തരണമേ. ആ മറ നീക്കി ക്രിസ്തുവിൻ്റെ വെളിപ്പാട് ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ അകത്തേക്കൊന്ന് പകർന്നു തരുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് ഈ വചനങ്ങൾ അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കണം, ദൈവകൃപയിൽ മൂടണം കർത്താവ്. വീണ്ടും വരുന്ന ആഴ്ചക്കാലം ഞങ്ങൾ കൂടി വരുമ്പോഴും ദൈവത്തിൻ്റെ മഹത്വത്തിൽ മറക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ.